الحمد لله الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അഖീദത്തുൽ മുസ്ലിം, മുസ്ലിമിൻ്റെ ആദർശം എന്ന വിഷയത്തെക്കുറിച്ചാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം നമ്മൾ സംസാരിച്ചു തുടങ്ങിയത്. മുസ്ലിമായ ഒരു മനുഷ്യൻ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ മനസ്സിലാക്കേണ്ടത് അവൻ്റെ ആദർശമാണ്. നമ്മുടെ ആദർശം എന്ന് പറഞ്ഞാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന കലിമത്തു തൗഹീദാണ്. ജീവിതത്തിൻ്റെ ഏതു സന്ദർഭത്തിലും ഏതു മേഖലയിലും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ, അവന് മാത്രമേ നേർച്ചകളും വഴിപാടുകളും സമർപ്പിക്കൂ, അവൻ്റെ മുമ്പിലേ ഞാൻ സുജൂദ് ചെയ്യുകയുള്ളൂ. ഇതാണ് ഒരു മുസ്ലിമിൻ്റെ ആദർശമെന്ന് പറയുന്നത്. ഈ ആദർശം നമ്മളെ പഠിപ്പിച്ചത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ലോകത്തേക്ക് കടന്നു വന്ന എല്ലാ നബിമാരും പ്രവാചകന്മാരും ഇതേ ആദർശമാണ് അവരുടെ സമൂഹത്തിന് കൈമാറിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയയിലെ 25-ാമത്തെ ആയത്തിൽ അല്ലാഹു അത് പഠിപ്പിക്കുന്നുണ്ട്. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. നബിയെ, നിന്റെ മുമ്പ് ഒരു പ്രവാചകനെയും ഒരു ദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല, പറഞ്ഞയച്ചിട്ടില്ല. എന്തിനു വേണ്ടിയല്ലാതെ എനിക്ക് ഇബാദത്ത് ചെയ്യണം, ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയല്ലാതെ.
അപ്പൊ എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച സന്ദേശം, അള്ളാഹു പ്രവാചകന്മാരിലൂടെ ഈ സമൂഹത്തിന് കൈമാറിയ ഏറ്റവും മഹിതമായ ആശയം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, അഫ്ളലു ദുആഇ ദുആഉ യൗമ അറഫ, പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് അറഫയിൽ വെച്ച് നിർവഹിക്കുന്ന പ്രാർത്ഥനയാണ്. അറഫ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എൻ്റെ മുൻപ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാചകം എന്ന് പറയുന്നത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഇത് ആവർത്തിച്ചു പറയേണ്ട വാചകമാണ്. പല ആളുകളും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് വഴിതെറ്റാൻ സാധ്യതയുണ്ട്. അത് വഴിതെറ്റിയത് കൊണ്ടാണ് നൂഹ് നബി അലൈഹിസ്സലാം ഈ ലോകത്തേക്ക് വന്നത്, ഇബ്രാഹിം നബി വന്നത്, മൂസാ നബി വന്നത്. ഓരോ പ്രവാചകന്മാരും വന്നത് എന്തിനാണ്? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് ജനങ്ങൾ വഴിതെറ്റിയപ്പോഴാണ്. അവരെ നേരായ മാർഗത്തിലേക്ക്, അവരെ ശരിയായ പാതയിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കാനാണ് അള്ളാഹു തുടരെ പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ടേയിരുന്നത്. ഒരു പ്രശ്നമുള്ളത്, ഇനിയൊരു നബി വരാനില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പ്രവാചകനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഇനി ഒരു നബിയില്ല. ഇനി ലോകാവസാനമാണ്. ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആശയം പഠിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ വഴിതെറ്റുകയാണ് എങ്കിൽ, നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടാകുകയാണ് എങ്കിൽ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പരിഹരിക്കാനുള്ള മാർഗമുണ്ട്. ഇനി ഒരു നബി ഇറങ്ങി വന്ന് വഴിതെറ്റിയ ജനങ്ങളെ നേരിലേക്ക് കൊണ്ടുപോവുകയല്ല അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള തീരുമാനം. അതല്ല, മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു ഏൽപ്പിച്ച പ്രമാണങ്ങളുണ്ട് ഇവിടെ. ആ പ്രമാണങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് വിശ്വാസികളുടെ കടമ. നമ്മുടെ പ്രമാണം എന്ന് പറയുന്നത് അത് വിശുദ്ധ ഖുർആനാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണമായ ഹദീത്താണ്, സുന്നത്താണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സാധാരണ ഖുർആനിനെ കുറിച്ചും സുന്നത്തിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള എന്താ? അത് നമ്മുടെ ഒരു പ്രമാണമാണ്, അത് അള്ളാഹു ഇറക്കിയതാണ് എന്നൊക്കെയാണ് നമ്മുടെ ധാരണ. എന്നാൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ പ്രമാണങ്ങൾ മനുഷ്യന്റെ നന്മക്ക് വേണ്ടിയുള്ളതാണ്. ഏത് നന്മക്ക് വേണ്ടി? മനുഷ്യന്റെ ഇരുലോകത്തും. നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഇസ്ലാമിലെ നിയമങ്ങൾ, ഇസ്ലാമിൻ്റെ ശരീഅത്ത് എന്ന് പറയുന്നത് മനുഷ്യന്റെ പരലോകത്തേക്ക് മാത്രമുള്ളതല്ല, മനുഷ്യന്റെ ഇഹലോകത്തേക്ക് കൂടെയുള്ളതാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത്. ആ രീതിയിൽ നമ്മൾ അതിനെ പഠിക്കാൻ ശ്രമിച്ചാൽ മതി. ഒരൊറ്റ ഉദാഹരണത്തിലൂടെ നമുക്കത് വ്യക്തമാകും. ഇസ്ലാം ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ച മതമാണ്, ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞ മതമാണ്. നോക്കൂ നിങ്ങൾ, ഭക്ഷണം കഴിക്കുന്ന മേഖലയിൽ എത്രയോ നിയമങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഭക്ഷണ മേഖലയിൽ ഇസ്ലാം കൽപ്പിച്ച നിയമങ്ങൾ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. ഭക്ഷണം കഴിക്കുക എന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? വിശപ്പ് മാറുക എന്നത് മാത്രമല്ല. ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പ് മാറുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇസ്ലാം ഭക്ഷണത്തിനൊരു നിയമം കൊണ്ടുവന്നത് ആ ഭക്ഷണ നിയമം പാലിക്കുന്നതിലൂടെ അവന്റെ വിശപ്പ് മാറണം, മനുഷ്യന് ദോഷകരമായ ഒന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമത്തിന്റെ അടിസ്ഥാനം. അങ്ങനെയൊന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ, അങ്ങനെയൊന്ന് ആ വിഷയത്തെ പഠിച്ചു നോക്കൂ നിങ്ങൾ. ഇസ്ലാം മനുഷ്യനോട് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഭക്ഷണങ്ങളുണ്ട്. മദ്യം പാടില്ല എന്ന് പറഞ്ഞ കാര്യമാണ്. അതേപോലെ തന്നെ പന്നിമാംസം കഴിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചതാണ്. അതേപോലെ തന്നെ ഈ കൊമ്പുള്ള ജീവികൾ, അതുകൊണ്ട് കൊമ്പുള്ള ജീവികൾ എന്ന് പറഞ്ഞാൽ ഈ വായിൽ പല്ല് വരുന്ന പന്നി പോലെയുള്ള മറ്റുള്ള അങ്ങനെയുള്ള ജീവികൾ, അത്തരം ജീവികളെ കൊല്ലുക എന്നുള്ളത്, അത്തരം ജീവികളെ ഭക്ഷിക്കുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ്. എന്തിനാണ് ആ നിയമം ഇസ്ലാം വെച്ചത്? ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒരു ഭക്ഷണം അത് മനുഷ്യന് നന്മയാണ് എന്ന് ലോകത്തൊരാൾക്കും പറയാൻ സാധ്യമല്ല, ലോകത്തൊരു മനുഷ്യനും പറയാൻ സാധ്യമല്ല. മനസ്സിലായില്ല? അതാണ് ഇസ്ലാമിന്റെ നിയമങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്നത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിയമം ഉണ്ടാക്കിയത് എന്തിനാണ്? പരലോകത്തെ വിജയത്തിന് വേണ്ടി മാത്രമല്ല, ഇഹലോകത്തെ മനുഷ്യന്റെ നന്മക്ക് വേണ്ടി കൂടെയാണ്. വ്യഭിചാരിയായ മനുഷ്യൻ ഇസ്ലാം കൊടുക്കുന്ന ശിക്ഷ എന്താണ്? അയാളെ എറിഞ്ഞു കൊല്ലണമെന്നുള്ളതാണ്. വ്യഭിചരിച്ച ഒരാൾ, അയാൾ വ്യഭിചരിച്ചു എന്ന് 4 പേർ സാക്ഷ്യം പറഞ്ഞാൽ ആ വ്യഭിചാരിയായ മനുഷ്യനെ എറിഞ്ഞു കൊല്ലണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം. അവിടെ കുറെ ചോദ്യങ്ങളുണ്ട്. ഒരു വ്യഭിചാരിയായ മനുഷ്യൻ, അയാൾക്ക് ഭാര്യയുണ്ട്, അയാൾക്ക് മക്കളുണ്ട്, അയാൾക്ക് മാതാപിതാക്കളുണ്ട്, അയാൾക്ക് കുടുംബമുണ്ട്. അയാളെ എറിഞ്ഞു കൊല്ലുമ്പോൾ മക്കൾക്ക് ബാപ്പയെ നഷ്ടപ്പെടുന്നില്ലേ?
ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെടുന്നില്ലേ? അതേപോലെ തന്നെ ഉമ്മാക്ക് മകനെ നഷ്ടപ്പെടുന്നില്ലേ? ഇതൊക്കെ ശരിയാണ്. പക്ഷെ എന്തിനാണ് ഇസ്ലാം ആ നിയമം അവിടെ വെച്ചത്? നോക്കൂ, നിങ്ങൾ ഇസ്ലാം പറയുന്നത് ഹലാലായ ഒരു ഭാര്യ ഉണ്ടായിരിക്കെ, തനിക്ക് അനുവദിക്കപ്പെട്ട ഒരു ഭാര്യ ഉണ്ടായിരിക്കെ, ആ ഭാര്യയെ കൂടാതെ തനിക്ക് നിഷിദ്ധമായ ഒരു പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന മനുഷ്യൻ, അതും എങ്ങനെ? 4 ആളുകൾ സാക്ഷിയായി, 4 ആളുകൾ കാണെ, ഒരാൾ ഒരു അന്യ സ്ത്രീയെ തനിക്ക് അനുവദിക്കപ്പെടാത്ത ഒരു പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവൻ ഈ സമൂഹത്തിന് ഭീഷണിയാണ്, അവൻ ഈ സമൂഹത്തിന് അപകടമാണ്, അവൻ കാരണം ഇവിടെയുള്ള സ്ത്രീകൾ സുരക്ഷിതരാവുകയില്ല. അതുകൊണ്ട് ഇസ്ലാം നിയമം കൊണ്ടുവന്നു, മനുഷ്യരുടെ നന്മക്ക് വേണ്ടി വ്യഭിചരിച്ച പുരുഷനെ, വ്യഭിചരിച്ചവൻ എന്ത് ചെയ്യണം? എറിഞ്ഞു കൊല്ലണം. അവൻ വിവാഹം കഴിച്ചവനാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം. അതാണ് ഇസ്ലാമിന്റെ നിയമം. അത് മനുഷ്യന്റെ നന്മക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പ്രമാണം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയുള്ളതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇസ്ലാം മുന്നോട്ട് വെച്ച ഏത് നിയമമാകട്ടെ അതൊക്കെ നന്മയാണ്, അതിലെല്ലാം ഹൈറുകൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസികളായി നമ്മൾ പഠിക്കേണ്ടത്. ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ യാതൊരു വിധത്തിലുള്ള വൈരുദ്ധ്യവും കണ്ടെത്താൻ സാധ്യമല്ല. ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയും വൈരുദ്ധ്യം ഉണ്ടാവുകയില്ല. ഇസ്ലാം പൂർണ്ണമാണ്. ഇസ്ലാം ഒരു മനുഷ്യൻ ജനിക്കുന്നത് മുതൽ അവൻ മരിക്കുന്നത് വരെ അവൻ എങ്ങനെ ജീവിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ഗവേഷണത്തിന്റെ ആവശ്യമില്ല. ഒരു മുസ്ലിമായ മനുഷ്യന് ഗവേഷണം ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ ഇനി എന്താ ചെയ്യുക, അടുത്ത സ്റ്റെപ്പിൽ എന്താണ്, നമ്മൾ പഠിച്ചാൽ മതി. ഇവിടെ ഉണ്ടല്ലോ, ഖുർആനിലും ഹദീസിലും അതേപോലെ തന്നെ ഇജ്മായിലും ഖിയാസിലും ഒക്കെയായി ഇസ്ലാമിന്റെ ശരീഅത്ത് ഇവിടെ പൂർണ്ണമാണ്. മനസ്സിലായില്ലേ? എന്നാൽ പുതിയ വിഷയങ്ങൾ വരുമ്പോഴോ, പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ, ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനുള്ള മാർഗവും എവിടെയുണ്ട്? അടിസ്ഥാന നിയമങ്ങൾ ഖുർആനിലും സുന്നത്തിലുമുണ്ട്. ഉദാഹരണത്തിന്, ഒരാൾ ബഹിരാകാശത്തേക്ക് പോകുന്നു. ഒരു മനുഷ്യൻ ബഹിരാകാശത്തേക്ക് പോവുകയാണ്. ബഹിരാകാശത്തേക്ക് പോകുന്ന ഒരു മനുഷ്യൻ എങ്ങനെ നോമ്പ് നോൽക്കണം? ചർച്ചയുണ്ട്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ബഹിരാകാശത്ത് പോകുന്ന മനുഷ്യൻ എങ്ങനെയാണ് നോമ്പ് നോൽക്കേണ്ടത്, അവൻ എങ്ങനെയാണ് നോമ്പ് മുറിക്കേണ്ടത് എന്ന ചർച്ച നമുക്ക് കാണാൻ സാധ്യമല്ല. പക്ഷെ അതിനൊരു അസ്ലുണ്ട്, അതിനൊരു അസ്ലിയായ നിയമമുണ്ട്. ഒരാൾ നോമ്പ് നോൽക്കേണ്ടത് എങ്ങനെ, നോമ്പ് മുറിക്കേണ്ടത് എങ്ങനെ എന്ന ഒരു അസ്ലിയായ നിയമത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ കൃത്യമായി അവിടെ നമുക്ക് പ്രമാണം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഒരു മേഖലയിലും ഒരു സ്ഥലത്തും പ്രമാണമില്ലാതെ ഒരു വിശ്വാസിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല, അവന് ചെയ്യേണ്ട ആവശ്യമില്ല എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നാം പ്രമാണങ്ങൾ പഠിക്കുന്നതിലൂടെ നമ്മുടെ ദുനിയാവ് നന്നാകും, നമ്മുടെ പരലോകം നന്നാകും. നമ്മൾ പ്രമാണം പഠിച്ചാലുള്ള നേട്ടതാണ്. വിശുദ്ധ ഖുർആനും ഹദീസും പഠിച്ചാൽ നമ്മുടെ ദുനിയാവ് നന്നാകും, പരലോകം നന്നാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നാം പരിശ്രമിക്കേണ്ടത് നമ്മുടെ പ്രമാണങ്ങൾ പഠിക്കാനാണ്. അത് ദുനിയാവിന്റെ നന്മക്കാണ്, പരലോകത്തിന്റെ നന്മക്കാണ്. അവിടെ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ പറയും നമ്മുടെ ഇടയിൽ കുറേ തർക്കങ്ങളാണല്ലോ, മുസ്ലിങ്ങൾക്കിടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? പ്രിയപ്പെട്ടവർ, ഈ തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ ഇവിടെ വഴിയുണ്ട്, നമ്മളത് പഠിക്കാത്തത് കൊണ്ടാണ്. ഏത് തർക്കവും പരിഹരിക്കാൻ നമ്മുടെ മുൻ വഴികൾ ഇൻഷാ അല്ലാഹ് വരുന്ന ഖുത്ബകളിൽ നമ്മളത് വിശദീകരിക്കും. നോക്കൂ നിങ്ങൾ, ഞാനൊരു 10 അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാം. നമ്മുടെ ഇടയിൽ, നമ്മുടെ സമൂഹത്തിലുള്ള ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന 10 തർക്കങ്ങൾ പറയാം. ഒരു മനുഷ്യൻ മരിച്ചു. ആ മരിച്ച മനുഷ്യന്റെ കബറുകൾ കെട്ടി ഉയർത്തുന്ന ആൾക്കാരുണ്ട്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കബറുകൾ കെട്ടിപ്പൊക്കുന്ന ആൾക്കാരുണ്ട്. എന്താണ് അവിടെ ഇസ്ലാമിന്റെ നിയമം? എന്താണ്? ഹദീസിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. നബിയുടെ കാലഘട്ടത്തിൽ ആളുകൾ മരിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മഹത്തുക്കളായ മഹാന്മാരായ ആളുകൾ മരിച്ചിട്ടുണ്ട്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ മരിച്ചിട്ടുണ്ട്. നബി എന്താണ് അവരുടെ ഖബറിനെ ചെയ്തത്? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതാണ് പ്രമാണം. അങ്ങനെയാണ് പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടത്. നമ്മുടെ നബി എന്ത് ചെയ്തു, ഖുർആനിൽ എന്താണുള്ളത്, ഹദീസിൽ എന്താണുള്ളത്, ആ ഒരു പരിശോധന നമ്മൾ നടത്തിയാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതെയാകും. ഖബറിന്റെ സമീപത്ത് പോയി സുജൂദ് ചെയ്യുന്ന മനുഷ്യന്മാരെ കാണാൻ പറ്റും. ഖബറിന്റെ സമീപത്ത് പോയി ആ ഖബറാളിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ആളുകൾ, അത് ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് ദീനിലുള്ളതാണ്, പരിശോധിക്കണം. അത് ദീനിലുള്ളതാണ് എങ്കിൽ ഖുർആനിൽ ഉണ്ടാകണം, ഹദീസിൽ ഉണ്ടാകണം. ഖുർആനിലുണ്ടോ എന്ന് നോക്കണം, പ്രമാണത്തിലുണ്ടോ എന്ന് നോക്കണം. ഉണ്ട് എങ്കിൽ നമുക്ക് സുജൂദ് ചെയ്യാം, ഇല്ല എങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഖബറാളിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. ഖബറാളിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ, എന്റെ വാചകമല്ല, ഖബറാളിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ എന്ന് ചോദിച്ചാൽ അനുവദനീയമാണ് എന്ന് മലയാളത്തിൽ പോലും എഴുതി വെച്ച ആളുകളുണ്ട്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത് ഇത് അപകടമാണ്. ഇത് അപകടമാണ്. നമ്മുടെ സ്വർഗം നശിപ്പിക്കുന്ന, നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ്. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന്റെ പേരിൽ മാത്രം സത്യം ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. വല്ലാഹി,
ആളുകൾ പറയുന്ന സത്യവാചകം അതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയോഗിച്ച സത്യം അതാണ്. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, കഅബയുടെ നാഥൻ തന്നെയാണ് സത്യം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യം ചെയ്തത്. മുഹയ്യിദ്ദീൻ ഷെയ്ഖാണ് സത്യം, റിഫായി ഷെയ്ഖാണ് സത്യം, ഉമ്മയാണ് സത്യം, ബാപ്പയാണ് സത്യം. ആ ഒരു സത്യം ഇസ്ലാമിലില്ല. എന്തുകൊണ്ടില്ല എന്ന് നമ്മൾ പറയുന്നു? എന്തുകൊണ്ടതില്ല എന്ന് പറയാൻ കാരണം അത് പ്രമാണങ്ങളിലില്ല, ഹദീത്തിലില്ല, ആയത്തിലില്ല, അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലില്ല. പല ആളുകളും കൈകളിൽ ഏലസ് കെട്ടുന്നു, അല്ലെ, ഉറുക്ക് കെട്ടുന്ന ആൾക്കാര്, കയ്യിൽ ചരട് കെട്ടുന്ന, അരയിൽ ചരട് കെട്ടുന്ന, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മന്ത്രിച്ചൂതി കെട്ടുന്ന ആൾക്കാരുണ്ട്. എന്താണ് അതിന്റെ അസിൽ? എന്താണ്? ആരാണിത് പഠിപ്പിച്ചത്? ഖുർആനിലുണ്ടോ ഹദീത്തിലുണ്ടോ? പരിശോധിക്കണം നമ്മൾ. മുസ്ലിങ്ങളായ ആളുകൾ ആചരിക്കുന്ന പല കാര്യങ്ങളും പ്രമാണങ്ങളിലുള്ള. ഇപ്പൊ നോക്കൂ നിങ്ങൾ, നമസ്കാര ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഇമാമായിരുന്നു. നബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ വളരെ ചുരുക്കം ചില ജമാഅത്തുകൾക്ക് മാത്രമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമായി നിന്നത്. ബാക്കിയൊക്കെ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി രോഗിയായ അവസാനത്തെ 3 ദിവസത്തെ ചരിത്രത്തിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമായി നിന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ നബിയുടെ നിസ്കാരം എങ്ങനെയാ? ഹദീസിലുണ്ട്. അല്ലാഹു റസൂൽ മിമ്പറിൽ കയറിയാണ് ജനങ്ങൾക്ക് നിസ്കാരം പഠിപ്പിക്കുന്നത്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചു അതേപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്ന് നബി പഠിപ്പിക്കുന്നത് മിമ്പറിൽ വെച്ചാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നബി എഴുന്നേറ്റ് എന്ത് ചെയ്യും? വേറെ സ്ഥലത്തേക്ക് മാറിയിരിക്കും. അതാണ് നബിയുടെ ചര്യ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരം കഴിഞ്ഞാൽ മാറിയിരിക്കുമെന്നാണ്, അവിടെ നിന്ന് എഴുന്നേറ്റ് വേറെ സ്ഥലത്ത് പോയിരിക്കും. എന്നാൽ നമ്മുടെ നാട്ടിൽ നിസ്കാരം കഴിഞ്ഞാൽ ഇമാമ് നേരെ തിരിഞ്ഞിരിക്കും, എന്നിട്ട് ഇമാമ് ഉറക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങും, ആളുകൾ ആമീൻ പറയും. പ്രിയപ്പെട്ടവർ, ഇത് ദീനിൽ ഉള്ളതാണെങ്കിൽ നമുക്ക് ചെയ്യാം, പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടണം, അതാണ് പരിശോധിക്കുക. അതാണ് ഞാൻ പറയാം, പ്രമാണങ്ങൾക്ക് പ്രസക്തിയുണ്ട്. നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും ദീനിൽ ഉള്ളതാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തും. സുബൈക്ക് മാത്രം കുനൂത്ത് ഓതുന്ന ആൾക്കാരുണ്ട്. ഇസ്ലാമിലെ കുനൂത്തുണ്ട്, എന്താ തർക്കം? എന്താ ഇസ്ലാമിലെ കുനൂത്തുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കുനൂത്തുണ്ട്, നാസിലത്തിന്റെ കുനൂത്ത് ഇസ്ലാമിൽ ഉള്ളതാണ്. വിത്റിലെ കുനൂത്ത് ഇസ്ലാമിൽ ഉള്ളതാണ്, അത് നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നതാണ്. നാസിലത്തിന്റെ കുനൂത്ത് എന്താ? പലസ്തീനെ ആക്രമിച്ചു, ഇസ്രായേലിയരായ ആളുകൾ പലസ്തീനെ ആക്രമിച്ചു. കേരളത്തിൽ അടക്കമുള്ള പള്ളികളിൽ നാസിലത്തിന്റെ കുനൂത്ത് ഓതി. അത് സുബഹിക്ക് മാത്രമല്ല, അത് ളുഹറിനോദ, അസറിനോദ, മഗ്രിബിനോദ, ഇശാഇനോദ, സുബഹിക്കോദ. സുബഹിക്ക് മാത്രമായി ഒരു കുനൂത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ബിസ്മി ഉറക്കം ഓതണോ പതുക്കെ ഓതണോ? തർക്കമാണ്. മുസ്ലിങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മൾ വിചാരിക്കും നിസ്സാരമായ ഒരു കാര്യമാണ്. ഒരാൾ ഒരു ദിവസം ബിസ്മി ഓതിയാൽ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ട്? ഒരു പ്രശ്നമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മി ഉറക്കം ഓതിക്കണം, പതുക്കി ഓതിക്കണം. അതെന്തിനാന്ന് പഠിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മി ഉറക്കം ഓതിയത് എന്തിനാ? ഇത് ഓതണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. പ്രവാചകന്റെ പിന്നിൽ നമസ്കരിച്ച സ്വഹാബികൾ പലരും പറഞ്ഞു, ഞങ്ങൾ നബിയുടെ ബാക്കിൽ, അബൂബക്കറിന്റെ ബാക്കിൽ, ഉമറിന്റെ ബാക്കിൽ റളിയല്ലാഹു അൻഹുമ, അവരുടെ ഒക്കെ പിന്നിൽ ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്. അവരൊക്കെ തുടങ്ങിയത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടാ നിസ്കാരം തുടങ്ങിയത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ പിന്നെ അവർ കേൾക്കണ്ട അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിന്റെ അർത്ഥം ബിസ്മി ഓതണം, ബിസ്മി പതുക്കെയാണ് ഓതേണ്ടത്. അതാണ് ശരിയായ രീതി. എന്നാൽ ഒരാൾ ഉറക്ക ഓതി, അയാൾ ചെയ്തത് ബിദ്അത്താണ്, അയാൾ ചെയ്തത് തോന്നിവാസമാണ്, അയാൾ ദീനിലില്ല, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരാൾ പതുക്കയോതി, ഒരാൾ ബിസ്മി പതുക്കയോതി, അയാൾ എന്തുകൊണ്ടാണ് ഓതിയത്? നബി അധിക നമസ്കാരങ്ങളിലും ബിസ്മി പതുക്കയാണ് ഓതിയത്. ആ ആശയത്തെ പഠിച്ചുകൊണ്ട് ഒരാൾ ബിസ്മി പതുക്കയോതി, ഓൻ ദീനിൽ നിന്ന് പുറത്താണ്, ഓൻ ബിസ്മി ഓതാത്തവനാണ് എന്ന് നമ്മൾ തർക്കിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഇസ്ലാമിന്റെ വിശാലതയെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇസ്ലാമിന്റെ വിശാലതയെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഞാൻ എൻ്റെ സഹോദരങ്ങളെയും സഹോദരികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ആണ്ട് കഴിക്കുന്ന ആളുകൾ, എത്രയോ വിഷയങ്ങളിൽ മുസ്ലിങ്ങൾക്കിടയിൽ തർക്കങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പ്രിയപ്പെട്ടവർ, എന്താണ് പരിഹാരമാർഗം? എന്താ? മുസ്ലിങ്ങളുടെ ഇടയിൽ തർക്കമാണ്, ഞാനിനി ഒന്നിലേക്കുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണോ നമ്മൾ ചെയ്യേണ്ടത്? അള്ളാഹു ഒരു പരിഹാരം പറഞ്ഞു തന്നു. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളായ ആളുകളെ. ഈ ആയത്ത് ഓതുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചിന്ത എന്താ? നമ്മുടെ റബ്ബ് നമ്മളെ വിളിച്ചു പറയാണ്. എന്താ പറയുന്നത്? വിശ്വാസം സ്വീകരിച്ചവരെ. ഈ അഭിസംബോധന കേട്ടാൽ മനസ്സിലാക്കണം. തൊട്ടടുത്ത കാര്യം എന്താ? വളരെ പ്രാധാന്യമുള്ളതാണ്. എന്താ അല്ലാഹു പറഞ്ഞത്? അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകരെയും നിങ്ങൾ അനുസരിക്കണം. വ ഉലിൽ അംരി മിൻകും, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം. ഫഇൻ തനാസഅതും, നിങ്ങളുടെ ഇടയിൽ വല്ല തർക്കവും ഉണ്ടായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, തർക്കമുണ്ടായാൽ നേതാക്കളിലേക്ക് മടക്കണമെന്നല്ല, അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങളുടെ കൈകാര്യകർത്താക്കളെയും നേതാക്കന്മാരെയും നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞു.
എന്നിട്ട് പറഞ്ഞ എന്താ, നിങ്ങളുടെ ഇടയിൽ തർക്കമുണ്ടായാൽ, അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ, ആ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തെ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും നിങ്ങൾ മടക്കണം. അതാണ് പരിഹാര മാർഗം. മനസ്സിലായി? അതാണ് പരിഹാര മാർഗം. നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് അതാണ്. ഏത് വിഷയത്തിൽ തർക്കമുണ്ടോ പരിഹാരം ഖുർആനിൽ ഉണ്ടാകും, ഉറപ്പാണത്. പരിഹാരം ഹദീത്തിൽ ഉണ്ടാകും, ഒരു സംശയമല്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിനെയും അതേപോലെ തന്നെ ഹദീത്തിനെയും സുന്നത്തിനെയും പ്രമാണമായി നമ്മൾ കാണുക എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ ആലോചിച്ച് പറഞ്ഞ വാചകം, ഇസ്ലാമിലെ പ്രമാണം പരലോകത്തെ വിജയത്തിന് മാത്രമല്ല, അത് ദുനിയാവിൽ കൂടെ നമുക്ക് നന്മയാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളണം. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, അമിതമായി കൊണ്ട് ചെലവഴിക്കുന്നവർ പിശാചിന്റെ ചങ്ങാതികളാണ്, ദൂർത്തു പാടില്ല എന്ന് ഇസ്ലാം പറഞ്ഞു, അല്ലേ? അത് ഇസ്ലാമിന്റെ ഒരു നിയമമാണ്, ദൂർത്തടിക്കാൻ പാടില്ല എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, അത് മനുഷ്യന് നന്മയല്ലേ, അത് മനുഷ്യന് ഉപകാരമല്ലേ? ഇങ്ങനെ ഇസ്ലാം പഠിപ്പിച്ച ഒരു ആയത്താകട്ടെ ഹദീത്താകട്ടെ അതിലൊക്കെ മനുഷ്യർക്ക് നന്മയാണ്. ആ ചിന്തയോടുകൂടെ ഖുർആനിനെയും ഹദീത്തിനെയും നമുക്ക് കാണാൻ സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് എന്ന് പറഞ്ഞാൽ ഹുവ ഹബ്ലുല്ലാഹിൽ മംദൂദു മിനസ് സമാഇ ഇലൽ അർദ്. വല്ലാത്തൊരു വാചകമാണത്. കിതാബുൽ, അല്ലാഹുവിന്റെ കിതാബ് എന്ന് പറഞ്ഞാൽ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് നീട്ടിയിടപ്പെട്ട ഒരു കയറാകുന്നു, ഒരു ഹബിലാകുന്നു. മനസ്സിലായോ? ഒരു കയറാണ്, ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് നീട്ടിയിടപ്പെട്ട ഒരു കയറാകുന്നു. അതിന്റെ ഒരറ്റ എവിടെയാ? ആ കയറിന്റെ ഒരറ്റത്ത് പിടിച്ചത് ആരാണ്? മറ്റൊരു ഹദീത്തിൽ കാണാം റസൂലുള്ളാഹി പറഞ്ഞു, അബ്ശിറു അബ്ശിറു, നിങ്ങൾ സന്തോഷിക്കൂ, നിങ്ങൾ സന്തോഷിക്കൂ. അലൈസ തഷ്ഹദൂന അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നില്ലേ? വഅന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ, സാക്ഷ്യം വഹിക്കുന്നില്ലേ? അവർ പറഞ്ഞു നഅം, അതേ നബിയെ. നബി പറഞ്ഞു, ഫഇന്ന ഹാദൽ ഖുർആന സബബുൻ തർഫുഹു ബിയദില്ലാ വതർഫുഹു ബിയൈദീകും. ഈ ഖുർആൻ ഉണ്ടല്ലോ, അതിന്റെ ഒരു പാർശ്വം, ഒരറ്റം അള്ളാന്റെ കയ്യിലാണ്, അതിന്റെ മറുവശം ആരുടെ കയ്യിലാണ്? വതർഫുഹു ബിയൈദീകും, നിങ്ങളുടെ കൈകളിലാണ്. ഖുർആൻ നമ്മുടെ കയ്യില്ല. അതിന്റെ ഒരു ഭാഗം, ഒരു കയറിന്റെ ഒരു പറ്റം നമ്മളെടുത്താ ഖുർആനിന്റെ, അതിന്റെ മറ്റേ അറ്റാലെടുത്ത് അള്ളാന്റെ അടുക്കലാണ്. എന്നിട്ട് പറഞ്ഞു, ഫതമസ്സകൂ ബിഹി, നിങ്ങൾ അതുകൊണ്ട് അതിനെന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. ഫഇന്നകും ലൻ തദില്ലു വലൻ തഹ്ലികു ബഅദഹു അബദ, നിങ്ങൾ ഒരിക്കലും ആ ഖുർആൻ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴിതെറ്റുകയില്ല, നിങ്ങൾ നശിച്ചു പോവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ പ്രമാണം എന്താ? ഖുർആനാണ്. ഖുർആനാണ്. ആ ഖുർആനിനെ പ്രമാണമായിട്ട് നമ്മൾ സ്വീകരിക്കണം. ഖുർആൻ മാത്രമാണ് പ്രമാണം. ഒരാൾ പറയും ഞാൻ ഖുർആൻ മാത്രമേ സ്വീകരിക്കുള്ളൂ, അയാൾക്ക് മുസ്ലിം ആകാൻ പറ്റൂല, അയാൾക്ക് വിശ്വാസിയാകാൻ കഴിയില്ല. കാരണം എന്താ? ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ ഖുർആനും സുന്നത്തും വേണം. സുന്നത്തില്ല. അപ്പൊ നമ്മൾ ഖുർആനിൽ നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അല്ലാഹു പഠിപ്പിച്ച കാര്യമാണ് അഖീമിസ്സലാ, നിങ്ങൾ നിസ്കരിക്കണം, വസ്ജുദു വർക്കഉ, നിങ്ങൾ സുജൂദ് ചെയ്യണം, റുക്കൂ ചെയ്യണം. നമ്മൾ സുജൂദ് ചെയ്യുന്നുണ്ട്. എന്താ സുജൂദ് എന്ന് പറഞ്ഞാൽ? എന്താ? സാഷ്ടാംഗം നമിക്കുന്ന. നമുക്ക് സുജൂദ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് രൂപം വരുന്നു 8 അവയവങ്ങളിൽ. നമ്മുടെ ഭൂമിയിൽ നമ്മുടെ 2 കൈകൾ, നമ്മുടെ 2 കാൽമുട്ടുകൾ, അതേപോലെ തന്നെ തള്ളവിരലുകൾ, നമ്മുടെ നെറ്റി, മൂക്ക്, ഇതൊക്കെ നിലത്ത് വെച്ചിരുന്ന പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നമ്മൾ സുജൂദ്. അതെവിടെയുള്ളത്? അത് ഖുർആനിലുണ്ട്. അങ്ങനെ സുജൂദ് ചെയ്യണമെന്ന് ഖുർആനിലുണ്ടോ? ഇല്ല. ഹജ്ജ് ചെയ്യണമെന്ന് ഖുർആനിലുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഹജ്ജും ഉംറയും നിർവഹിക്കണം. എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത്? മുസ്ദലിഫയിൽ രാപ്പാർക്കണം, മിനയിൽ രാപ്പാർക്കണം. മിനയിൽ രാപ്പാർക്കുക എന്നുള്ളത് ഹജ്ജിന്റെ വാജിബാണ്. ഖുർആനിലുണ്ടോ? ഇല്ല. അത് എവിടുന്നാ കിട്ടുക? അത് ഖുർആനിൽ നിന്ന് കിട്ടില്ല, മറിച്ച് ഖുർആനിന്റെ വിശദീകരണമായ സുന്നത്തിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ പ്രമാണം എന്ന് പറഞ്ഞാൽ ഖുർആൻ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും പ്രമാണമാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. എന്തൊന്നാണ് അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കണം. എന്തൊന്നാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചത് അതെന്ത് ചെയ്യണം? നിങ്ങൾ ഒഴിവാക്കും. മൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവൻ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രമാണം എന്താണ്? ഖുർആനും സുന്നത്തുമാണ്. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഇവിടെ ഉണ്ട്, ഖുർആനും സുന്നത്തിലുണ്ട്. നമ്മുടെ ഇടയിലെ തർക്കങ്ങൾ, അത് ഏത് കക്ഷികളാകട്ടെ, ഏത് വിഭാഗമാകട്ടെ, ഏത് വിഭാഗത്തിന്റെ ഇടയിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴി ഏതാ? ആത്മാർത്ഥമായി, സത്യസന്ധമായി, ഇഖ്ലാസോടുകൂടെ ഖുർആൻ സുന്നത്ത് പഠിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ
വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പറഞ്ഞത് നമ്മുടെ പ്രമാണം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. ഖുർആനിൻ്റെ വ്യാഖ്യാനമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് എന്നുള്ളതാണ്. നമ്മുടെ നബിയുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മതപരമായ ഒരു കാര്യവും മറച്ചു വെച്ചിട്ടില്ല എന്ന് ഉറച്ച വിശ്വാസം ഒക്കെ ഉണ്ടാവണം. പ്രവാചക തിരുമേനി ഒന്നും മറച്ചു വെച്ചിട്ടില്ല. പ്രവാചകൻ അള്ളാഹുവിൻ്റെ വഹീ പ്രകാരമാണ് സംസാരിച്ചിട്ടുള്ളത്. നബി ഒന്നും സ്വന്തം ഇഷ്ടപ്രകാരം ഇച്ഛപ്രകാരം നബി പറഞ്ഞിട്ടില്ല. വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സംസാരിച്ചു. മതം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു, അയ്യുൽ ബിലാദി ശർറുൻ, നബിയെ പ്രദേശങ്ങളിൽ നാടുകളിൽ ഏറ്റവും മോശമായ സ്ഥലം ഏതാണ്? പ്രദേശങ്ങളിൽ ഏറ്റവും മോശമായ സ്ഥലം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ അദിരി, എനിക്കറിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ വന്ന സമയത്ത് നബി ചോദിച്ചു, യാ ജിബ്രീൽ അയ്യുൽ ബിലാദി ശർറുൻ, ജിബ്രീലെ ഏറ്റവും മോശമായ സ്ഥലം ഏതാണ്? നബിയോട് അവരുടെ ചോദ്യമാണ്, നബിയെ മോശമായ സ്ഥലം ഏതാണ്? നബി പറഞ്ഞു, എനിക്കറിയില്ല. നബിക്ക് പിന്നെ ആരോടെ ചോദിക്കാനുള്ളത്? ജിബ്രീലിനോട് ചോദിക്കണം. ജിബ്രീൽ വന്നപ്പോൾ ജിബ്രീലിനോട് ആ ചോദ്യം ചോദിച്ചു. അപ്പൊ ജിബ്രീൽ പറഞ്ഞു, ലാ അദ്രി ഹത്താ അസ്അല റബ്ബി, എനിക്കറിയില്ല. അള്ളാഹിനോട് ചോദിക്കാതെ, അള്ളാഹു പറഞ്ഞു തരാതെ എനിക്കതിനെ കുറിച്ച് അറിയില്ല. ജിബ്രീലും പറഞ്ഞു. അങ്ങനെ ജിബ്രീൽ പോയി. ജിബ്രീൽ കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞ് ജിബ്രീൽ തിരിച്ചു വന്നു. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ജിബ്രീൽ പറഞ്ഞു, യാ മുഹമ്മദ് ഇന്നക സഅൽതനി, തീർച്ചയായും നീ എന്നോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം എന്ത് ചെയ്തു? ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചു. അപ്പൊ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞിരുന്നു. ആ ചോദ്യം ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചു. ഫഇന്നി സഅൽതു റബ്ബി, ഞാൻ ആ ചോദ്യം അള്ളാഹുവിനോട് ചോദിച്ചു. ഫഖുൽതു, ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നൊരു മറുപടിയുണ്ട്. അസ്വാഖുഹ, അങ്ങാടികളാണ്. അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ട മോശമായ സ്ഥലം എന്ന് പറയുന്നത് അങ്ങാടികളാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളികളാണ്. ഞാൻ ഈ ചരിത്രം പറഞ്ഞ എന്തിനറിയോ? നബിയോടൊരു ചോദ്യം ഒരാൾ ചോദിക്കാണ്. അപ്പൊ നബി സ്വന്തം ഇഷ്ടം പറയുന്ന ആളാണ് എങ്കിൽ നബിക്ക് പറയായിരുന്നു. നബി പറഞ്ഞു, എനിക്കറിയില്ല എന്നാണ്. അതാണ് ദീനിയായ കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചത്, അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അള്ളാന്റെ റസൂലിനെ ആക്ഷേപിച്ചു എന്ന പ്രയോഗത്തിൽ അബദ്ധമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം. എന്തായാലും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഗുണദോഷിച്ചത്, അല്ലെ, പ്രവാചകനെ ഒന്ന് തിരുത്തിയത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരം ഒരു പ്രയോഗങ്ങൾ പോലും നബി മറച്ചു വെച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഭാര്യ സൈനബ് ബിൻതു ജഹ്ഷിന്റെ വീട്ടിൽ വന്നു. അവിടുന്ന് എന്ത് ചെയ്തു? അവിടുന്ന് നബി തേൻ കുടിക്കാറുണ്ട്. നബി തേൻ കുടിക്കും, നബിന്റെ ഭാര്യയാണ്. അപ്പൊ നബിയുടെ മറ്റു ചില ഭാര്യമാർക്ക്, ഹഫ്സ റളിയല്ലാഹു അൻഹ, അവർക്കത് ഇഷ്ടമായില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? അവർ പ്ലാൻ ചെയ്തു, വേറെ ചില ഭാര്യമാർ പ്ലാൻ ചെയ്തു. അവർ പ്ലാൻ ചെയ്തെന്താ? നബി വരുമ്പോൾ നമുക്ക് പറയാം, നബിയെ പിന്നെ നിങ്ങളെ മഹാഫീർ മണക്കുന്നുണ്ട്. മഹാഫീർ എന്ന് പറഞ്ഞാൽ ഒരു ദുർഗന്ധമാണ്, ഒരു ദുർഗന്ധം മണക്കുന്നുണ്ട് എന്ന് പറയാം. അങ്ങനെ നബി തേനൊക്കെ കുടിച്ച് വന്ന സമയത്ത് അവരിത് പറഞ്ഞു, നബി നിങ്ങളെ മഹാഫീർ മണക്കുന്നുണ്ട്. അപ്പൊ നബി എന്ത് മനസ്സിലാക്കി? ഞാൻ ആ കുടിച്ച തേനിന്റെ ദുർഗന്ധമാണ്, അതാണ് ഇവർ പറയുന്നത്. അപ്പൊ നബി പറഞ്ഞു, ഞാൻ ഇനി എന്ത് ചെയ്യില്ല, ഞാൻ ഒരിക്കലും ഇനി തേൻ കുടിക്കുന്നില്ല. നബി പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ആയത്തിറക്കി, യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക്, അല്ലാഹു ഹലാലാക്കിയ കാര്യം എങ്ങനെയാ നബി നിങ്ങൾ ഹറാമാക്കുക? നിങ്ങൾ ഇനി ഒരിക്കലും കുടിക്കില്ല എന്ന് പറഞ്ഞത് ഹറാമാണ് അതിന്റെ അർത്ഥം. അതെങ്ങനെ നിങ്ങൾ പറയാ? നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്തി ഇറങ്ങിയ ആയത്താണത്. ഈ ആയത്ത് നബി പഠിപ്പിക്കാതെ പോയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. നബി അത് പഠിപ്പിക്കാണ്, ജനങ്ങളോട് പറയുന്നത് അള്ളാഹുവിനെ ഇതേപോലെ തിരുത്തിയത്. എന്തിനിറങ്ങിയത്? നബിനെ തിരുത്തിയിറങ്ങിയ ആയത്താണ്. അന്ധനായ മനുഷ്യൻ വന്നു, നബി മുഖം തിരിച്ചു. അയാൾക്കറിയില്ല നബി മുഖം തിരിച്ചത്. ഉമ്മു മക്തൂമിന് അറിയില്ല നബി മുഖം തിരിച്ചത്. ഉമ്മു മക്തൂം അന്ധനാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആയത്ത് ജനങ്ങളെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീന് മറച്ചു വെച്ചിട്ടില്ല, നമ്മളെ പഠിപ്പിച്ചതാണ്, പൂർണ്ണമായി പഠിപ്പിച്ചതാണ്. ഖുർആൻ പ്രമാണമാണ് എന്നുള്ളത് എപ്രകാരം നമ്മൾ അംഗീകരിക്കുമോ അതേപോലെ നമ്മൾ അംഗീകരിക്കണം. എന്ത്? ഹദീസും പ്രമാണമാണ്. ഒരൊറ്റ ഹദീസ് ഞാൻ പറയാം. റസൂലുള്ളാഹി പറഞ്ഞു, അല ഇന്നി ഊതീതുൽ കിതാബ വമിസ്ലഹു മഅഹു. എന്താ വാചകം? അല ഇന്നി ഊതീതുൽ കിതാബ, എനിക്ക് കിതാബ് ഖുർആൻ ലഭിച്ചിട്ടുണ്ട്. അടുത്ത വാചകം എന്താ? വമിസ്ലഹു മഅഹു, അതിനെ പോലെയുള്ള വേറൊന്നും കൂടെ ലഭിച്ചിട്ടുണ്ട്. അതെന്താ? അതാണ് സുന്നത്ത്.
അപ്പൊ നമ്മുടെ പ്രമാണം എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തുമാണ്. ആ ഖുർആനിനെയും സുന്നത്തിനെയും മുന്നിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അഭിപ്രായ വ്യത്യാസങ്ങളെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ സത്യസന്ധത വേണം, ഇഖ്ലാസ് വേണം, പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. ആ പ്രമാണങ്ങൾ പഠിക്കുന്നതിലൂടെ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും സ്വർഗത്തിലേക്കും അടുക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരൻ മൊയ്തുട്ടിക്കയും അതേപോലെ തന്നെ ബഷീർക്കയും രണ്ടുപേരും സർജറിയുമായി ബന്ധപ്പെട്ടൊരു ചികിത്സയിലാണ് എന്ന് അറിയിച്ചിരുന്ന അല്ലാഹു നമ്മുടെ ആ സഹോദരങ്ങളുടെ അസുഖം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ പൂർണ്ണ ആഫിയത്തോടുകൂടെ ദീർഘകാലം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു അവർക്ക് രണ്ടുപേർക്കും നൽകുമാറാകട്ടെ. അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാകട്ടെ. അതേപോലെയുള്ള രോഗികൾ നമ്മുടെ ഇടയിലുണ്ട്, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അതേപോലെ തന്നെ വീടുകളിൽ രോഗികളായി കിടക്കുന്ന ആൾക്കാരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ശിഫ നൽകുമാറാകട്ടെ. സാമ്പത്തികമായി ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുമാറാകട്ടെ. മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന ദമ്പതികളുണ്ട്, അള്ളാഹു അവർക്ക് സ്വാലിഹികളായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യുദ്ധത്തിന്റെ കെടുതി കാരണം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അനേകായിരം മനുഷ്യർ ലോകത്തുണ്ട്, അള്ളാഹു ആ പ്രയാസങ്ങളെല്ലാം തീർത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين.